നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഒരു പൈൽ റീഡിംഗ് ആണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തിയ, സന്തോഷം നഷ്ടപ്പെടുത്തിയ, നിങ്ങൾക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുത്തി നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ച ആ ഒരു വ്യക്തിക്ക് കാലം എന്ത് ശിക്ഷയാണ് നൽകിയത്, അവരുടെ ഇപ്പോഴത്തെ ജീവിതം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ ദ ഹയറഫൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ ദ്രോഹിച്ചിരുന്ന ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന പദവിയും മാന്യതയുമൊക്കെ ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അതായത് താൻ വലിയവനാണ് അല്ലെങ്കിൽ മാന്യനാണെന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിച്ച് ജീവിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ആളുകളിപ്പോൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരിലെ അഹങ്കാരത്തെയും കപടമാന്യതയുമൊക്കെ കാലം തകർത്തെറിയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ക്രൂരതകൾക്കുള്ള കർമ്മഫലം ഇപ്പോൾ അവർ കൃത്യമായി അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അനുഭവിച്ച അതേ മാനസിക വിഷമങ്ങളിലൂടെയും ഒറ്റപ്പെടലിലൂടെയുമാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അവരുടെ തെറ്റായ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും നേരെ കാലം ഒരു വാളായിട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ 10 ഓഫ് സോർഡ്സിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ ഒരു തകർച്ചയാണ് കാണുന്നത്. അതായത് ജീവിതത്തിൽ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം മാനസികമായും ശാരീരികമായും അവർ തകർന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിച്ച അവർ ഇന്ന് സ്വന്തം ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ തികച്ചും ഒരു ഒറ്റപ്പെടലിൻ്റെ വക്കിലാണ് ഉള്ളത്. ആത്മാർത്ഥമായിട്ട് അവരുടെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ലാതെ സ്വന്തം നിഴലിനെ പോലും ഭയന്ന് ജീവിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്കാണ് അവരിപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ കുറ്റബോധം കൊണ്ട് നീറുകയാണ്. അതായത് അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം അവരെ നിരന്തരം വേട്ടയാടുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളും നിരന്തരമായിട്ടുള്ള മാനസിക സമ്മർദ്ദവുമാണ് പ്രപഞ്ചം അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ശിക്ഷ എന്ന് പറയുന്നത്. ഇവിടെ അവരുടെ സാമ്പത്തിക ഭദ്രതയും അതേപോലെ തന്നെ അവരുടെ വ്യക്തി ജീവിതവുമൊക്കെ പൂർണ്ണമായിട്ടും ഒരു തകർച്ചയുടെ പാതയിലാണ് ഉള്ളത്. മറ്റുള്ളവരെ ചതിച്ചും ദ്രോഹിച്ചുമൊക്കെ അവർ ഉണ്ടാക്കിയതൊന്നും ഇപ്പോൾ അവർക്ക് തുണയാവുന്നില്ല എന്നുള്ളതാണ്. ഭാഗ്യം അവരെ പൂർണ്ണമായിട്ടും കൈവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കിപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയുമാണ് അവർക്കിപ്പോൾ നേരിടേണ്ടി വരുന്നത്. നിങ്ങളെ ദ്രോഹിച്ചപ്പോൾ അവർ അനുഭവിച്ച സന്തോഷത്തിൻ്റെ 100 ഇരട്ടി വേദനയാണ് പ്രപഞ്ചം ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മേൽ അവർ എത്രമാത്രം അപമാനവും ദ്രോഹവും വേദനയുമാണ് നൽകിയത്, അതൊക്കെ ആ വ്യക്തിയിലേക്ക് കർമ്മഫലമായിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ച ആ വ്യക്തി ഇപ്പോൾ വലിയൊരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ, അവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കിയാൽ കാലം കരുതി വയ്ക്കുന്ന ശിക്ഷ എത്രമാത്രം കഠിനമുള്ളതായിരിക്കുമെന്ന് അവരിപ്പോൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ വ്യക്തിക്ക് സമാധാനം ഇപ്പോൾ പൂർണ്ണമായിട്ടും നഷ്ടമായിട്ടുണ്ട്. ഇവിടെ അവർ നിങ്ങൾക്ക് നൽകിയ മുറിവുകളെല്ലാം ഉണങ്ങേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ ദ്രോഹിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു തകർച്ചയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതിൽ നിന്നും എളുപ്പത്തിലൊന്നും അവർക്ക് കരകയറാനായിട്ട് സാധിക്കില്ല. ഇവിടെ
ഈ 3 കാർഡുകളുടെ എനർജി വെച്ച് നോക്കുമ്പോൾ അവരുടെ അഹങ്കാരത്തിൻ്റെ അധ്യായം അവസാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രപഞ്ചത്തിൻ്റെ ശിക്ഷ അവർ ഏറ്റുവാങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. അതിനാൽ തന്നെ ഇനി അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. അവർക്ക് പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ല നാളുകൾ മാത്രമാണ് വരാനിരിക്കുന്നത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. ഇനി സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ ദ്രോഹിച്ചിരുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്തംഭിച്ചു പോയതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒരു കാലത്ത് അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളും പുരോഗതിയുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ മേഖലയിലുമൊക്കെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് എത്ര കഠിനമായ പരിശ്രമങ്ങൾ അവർ നടത്തിയാലും അവിടെ കാര്യങ്ങൾ ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാത്ത ഒരു അവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ 9 ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങളെ ദ്രോഹിച്ച ആ ഒരു വ്യക്തി ഇന്ന് ജീവിക്കുന്നത് വളരെയധികം ഭയവും മാനസിക സമ്മർദ്ദവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണെന്നാണ്. രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ ഉത്കണ്ഠയും നിരാശയും ഒക്കെ അവരെ വേട്ടയാടുകയാണ്. ഒരുപക്ഷെ അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് തന്നെ വിനയായിട്ട് മാറുമോ എന്നുള്ള ഭയമായിരിക്കാം അവരിൽ ഉള്ളത്. കൂടാതെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെയും സ്നേഹത്തെയും ഒക്കെയായിരുന്നു അവർ ചൂഷണം ചെയ്തിരുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങളിലെ ദയയും സ്നേഹവും നിറഞ്ഞ മനസ്സിനെ അവർ പരമാവധി ചൂഷണം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അതിനുള്ള തിരിച്ചടി പ്രപഞ്ചം അവർക്ക് നൽകിയിരിക്കുകയാണ്. അതായത് മുൻപ് നിങ്ങളുടെ സ്നേഹത്തെയോ ആത്മാർത്ഥതയെയോ നല്ല മനസ്സിനെയോ ഒന്നും കാണാനായിട്ട് അവർ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് അവരെ സ്നേഹിക്കാനോ സഹായിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ലാതെ അവർ വിഷമിക്കുകയാണ്. സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ അവർക്ക് ഒരു തരത്തിലുമുള്ള സമാധാനവും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ പുറമേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ ശാന്തമായി തനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് കാണിക്കാനായിട്ട് അവർ ശ്രമിച്ചാലും അവരുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ സ്വന്തം വികാരങ്ങളെ പോലും നിയന്ത്രിക്കാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കടുത്ത ഏകാന്തതയിലൂടെയും നിസ്സഹായ അവസ്ഥയിലൂടെയുമാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. ഒരു കാലത്ത് നിങ്ങളെ സാമ്പത്തികമായിട്ടോ കരിയർ സംബന്ധമായിട്ടോ ഒക്കെ അവർ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വന്തം നിലനിൽപ്പിനായിട്ട് അവർ പൊരുതുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും പ്ലാനുകളും പതിയെ തകർന്ന് പോവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. മുൻപ് നിങ്ങളെക്കുറിച്ച് അവർ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കാനും നിങ്ങളെ ചതിക്കാനുമൊക്കെ ഉപയോഗിച്ച ആ ഒരു ബുദ്ധി ഇന്നവരെ നശിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ഭാവിയെക്കുറിച്ചുള്ള വലിയ ഭയവും നെഗറ്റീവ് ചിന്തകളും മൂലം ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് നിങ്ങളുടെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ അവർ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് വന്നു ചേർന്ന തകർച്ചകളെക്കുറിച്ച് ഓർത്ത് ആരും കാണാതെ രഹസ്യമായിട്ട് അവർ കരയുകയാണ്. ആരോടും ഒന്നും തുറന്നു പറയാനായിട്ട് കഴിയാത്ത പല രഹസ്യങ്ങളും അവരെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. ഇവിടെ മറ്റുള്ളവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രപഞ്ചം അവരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രപഞ്ചം എപ്പോഴും നല്ല മനസ്സിനൊപ്പമാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ
അത്രയും ആഴത്തിൽ തന്നെ വലിയ മാനസിക വേദനകളാണ് അവരെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അവരെക്കുറിച്ച് ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. അവർക്കുള്ള പ്രതിഫലം പ്രപഞ്ചം തന്നെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. ഇവിടെ സാമ്പത്തികമായ ഒരു സ്ഥിരതയും രോഗശാന്തിയുമൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ട്. എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.